കർത്തൃദിനം, ശ്രേഷ്ഠദിനം, ആരാധനക്കു വിശുദ്ധദിനം. ഹല്ലേലൂയ ഗാനം ചൊല്ലി ഹൃദയങ്ങൾ വാഴ്ത്തിടാം. കർത്താവിൽ പ്രിയ സ്നേഹിതരെ, സന്തോഷവും സമാധാനവും ഐശ്വര്യവും സമൃദ്ധിയും നിറഞ്ഞ തിരുവോണ പുലരിക്ക് ശേഷം വീണ്ടും ഒരു കർത്തൃദിനത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ്. മലയാളികൾ ഒന്നടങ്കം ഒരുപോലെ നെഞ്ചിലേറ്റുന്ന ആ തിരുവോണത്തിൻ്റെ വലിയ സന്ദേശം നാം എല്ലാവരും ഒന്നുപോലെ എന്ന് ചിന്തിപ്പാൻ ഈ വർഷവും നമുക്ക് സാധിച്ചു എന്നുള്ളതിൽ ദൈവത്തെ മഹത്വപ്പെടുത്താം. ഒരു സ്വീഡിഷ് ഗ്രന്ഥകാരൻ്റെ ഭാവന മെനഞ്ഞെടുത്ത ജീവിതത്തെക്കുറിച്ചുള്ള ഒരു ചർച്ച നിങ്ങളുടെ മുമ്പിൽ ഈ സന്ധ്യയിൽ അവതരിപ്പിക്കട്ടെ. സൂര്യൻ പടിഞ്ഞാറേ ആകാശത്തിൽ ചെഞ്ചായം പൂശുന്ന സമയം കാട്ടിലെ ചില സുഹൃത്തുക്കൾ ഒരുമിച്ചുകൂടി വെടി പറയാൻ തുടങ്ങി. കളിയായി തുടങ്ങി അവരുടെ വർത്തമാനം പെട്ടെന്ന് കാര്യത്തിലേക്ക് കടന്നു. അങ്ങനെയാണ് ജീവിതം എന്നാൽ എന്ത് എന്ന വിഷയം അവർ ചർച്ചയിലേക്ക് കൊണ്ടുവന്നു. ജീവിതം മധുരമായ ഒരു ഗാനാലാപമാണ് എന്ന് ചർച്ചയ്ക്ക് തുടക്കം കുറിച്ചുകൊണ്ട് ഇമ്പമേറിയ സ്വരത്തിൽ രാപ്പാടി കുരുവി പറഞ്ഞു. എന്നാൽ സദാസമയവും ഭൂമി തുറക്കാറുള്ള തുരപ്പൻ പ്രാണി പറഞ്ഞു, ജീവിതം എന്നത് അന്ധകാരത്തിലൂടെയുള്ള നിരന്തരമായ ഒരു യാത്രയാണ്. മഴവിലിന്റെ നിറമുള്ള ചിത്രശലഭം പാറിപ്പറന്നുകൊണ്ട് പറഞ്ഞു, സമാധാനവും സന്തോഷവും അതാണ് ജീവിതം. തേനീച്ച സ്വരമുയർത്തി പറഞ്ഞു, നിങ്ങളുടെ അഭിപ്രായം ശരിയല്ല, ജീവിതം എന്ന് പറയുന്നത് നിരന്തരമായ കഠിനാധ്വാനമാണ്. ഉറുമ്പ് തേനീച്ചയുടെ അഭിപ്രായം ശരിവെച്ചു, ജീവിതം എന്ന് പറയുന്നത് സന്തോഷത്തെക്കാൾ കൂടുതൽ കഠിനാധ്വാനമാണ്. തേനീച്ച പറഞ്ഞത് ശരിയല്ലേ. അപ്പോൾ ആകാശത്തേക്ക് കുതിച്ചുയർന്ന് വട്ടമിട്ട് പറന്നുകൊണ്ട് ഗരുഡൻ പ്രസ്താവിച്ചു, ജീവിതം എന്ന് പറയുന്നത് എവിടെയും യഥേഷ്ടം പറന്നു നടക്കാനുള്ള സ്വാതന്ത്ര്യമാണ്. മന്നം ഒഴുകിയിരുന്ന കാട്ടരുവി ഈ അഭിപ്രായങ്ങൾ കേട്ടിട്ട് പറഞ്ഞു, ജീവിതം എന്ന് പറയുന്നത് നിലയ്ക്കാത്ത ഒരു പ്രവാഹമാണ്. യഥാർത്ഥ ജീവിതം എന്ന് പറയുന്നത് എന്താണ് എന്ന് അവർ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ സമീപത്തുള്ള പള്ളിയിൽ നിന്നും പള്ളിമണികൾ ഉയർന്നു. സകലരെയും സന്ധ്യാപ്രാർത്ഥനയ്ക്ക് ആഹ്വാനം ചെയ്തു. യഥാർത്ഥ ജീവിതം എന്ന് പറയുന്നത് ദൈവാനുഗ്രഹം കൊണ്ട് സന്തോഷവും സമാധാനവും നിറഞ്ഞു നിൽക്കുന്ന ജീവിതമാണ്. ദൈവകൃപയാൽ പ്രതിസന്ധികളെ ധൈര്യപൂർവ്വം തരണം ചെയ്യുന്ന ജീവിതമാണ്. അവിടുത്തെ ശക്തിയാൽ വിശ്വസ്തയോടും കളങ്കമില്ലാതെയും മുന്നോട്ട് പോകുന്ന ജീവിതമാണ് യഥാർത്ഥ ജീവിതമെന്ന് പള്ളിമണികൾ ഉദ്ഘോഷിച്ചു. പ്രിയമുള്ളവരെ, കുരുവിക്കും മഴവില്ലിനും തുരപ്പൻ പ്രാണിക്കും തേനീച്ചയ്ക്കും ഉറുമ്പിനും ചിത്രശലഭത്തിനും ഒക്കെ അവരവരുടേതായ ജീവിത അനുഭവങ്ങളിൽ വെച്ചുകൊണ്ട് ജീവിതത്തെ കാണുവാൻ കഴിയുന്നുണ്ട്. എന്നാൽ പള്ളിമണികളുടെ അഭിപ്രായത്തിൽ യഥാർത്ഥ ജീവിതം എന്ന് പറയുന്നത് എല്ലാ രീതിയിലും ദൈവത്തിൽ അടിയുറച്ചു നിൽക്കുന്ന ജീവിതമാണ്. അങ്ങനെയുള്ള ഒരു ജീവിതത്തിൽ ആർക്കും ഒരിക്കലും ഒരു കുറവും കണ്ടെത്താൻ സാധിക്കുകയില്ല എന്നതാണ് വാസ്തവം. അപ്രകാരം വിശുദ്ധിയായ അമ്മയുടെ ജനന പെരുന്നാളിനോടനുബന്ധിച്ചുള്ള 8 നോയമ്പിന്റെ പൂർത്തീകരണത്തിലേക്കും ആ അമ്മയുടെ മധ്യസ്ഥതയിലുള്ളതായ ധൈര്യത്തിലേക്കും ഞാനും നിങ്ങളും അടുത്തുകൊണ്ടിരിക്കുകയാണല്ലോ. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ശുഭരാത്രി നേരുന്നു. നിങ്ങളുടെ ജോൺ പോൾ കോറപ്പിസ്കോപ്പ അച്ഛൻ.